ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ 13 മരണം. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിൽ വന്യജീവികളുടെ സാന്നിധ്യം അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് കേന്ദ്ര സർക്കാർ ഓപ്പറേഷന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, ജെ പി നദ്ദ, കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ സിംഗ് ഖാർഗെ, രാഹുൽ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ് തുടങ്ങി വിവിധ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനും ഇന്ത്യൻ സേനകളുടെ ധീരതയ്ക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇന്നലെ തന്നെ അഭിവാദ്യം അർപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. പാകിസ്ഥാനിലെയും പാക് അധീന ജമ്മുകാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്ന നിലയിൽ ഭീകരതാവളങ്ങളിൽ നടത്തിയ സൈനിക നടപടി സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി ശ്രീ അജിത് ഡോവൽ ആശയവിനിമയം നടത്തിയിരുന്നു. നിലവിലെ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കണമെന്ന യാതൊരു ഉദ്ദേശവും ഇന്ത്യയ്ക്കില്ലെന്നും എന്നാൽ പാകിസ്ഥാൻ അതിന് ശ്രമിച്ചാൽ തിരിച്ചടിക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിലും ജമ്മു അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും 100ഓളം പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. അതേസമയം നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഷെല്ലാക്രമണത്തിൽ മരണസംഖ്യ 13 ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പാകിസ്ഥാൻ സൈന്യം ഷെല്ലാക്രമണം നടത്തിയതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കുപ്വാര, ബാരാമുള്ള, ഉറി, അഖ്നൂർ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം. പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിൽ ഇന്ത്യൻ ഡ്രോൺ വെടിവച്ചിട്ടതായി പാക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ചിത്രം 2022ലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്നുള്ളതാണെന്നും പിഐബി ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. അമൃത്സറിലെ സൈനിക താവളം ആക്രമിച്ച തരത്തിൽ പാകിസ്ഥാനിലെ സമൂഹമാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ യഥാർത്ഥമല്ലെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ 2024ലെ കാട്ടുതീയുടേതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരത്തിൽ സ്ഥിരീകരണമില്ലാത്ത തെറ്റായ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കരുതെന്നും വസ്തുതകൾക്കായി ഔദ്യോഗിക വൃത്തങ്ങളെ ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശം നൽകി. ബലൂചിസ്ഥാനിലുണ്ടായ 2 വ്യത്യസ്ത ആക്രമണങ്ങളിൽ 14 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു. ബോലൻ ജില്ലയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കെച്ച് ജില്ലയിലും സമാന ആക്രമണമുണ്ടായി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങളോ ഫോട്ടോ, വീഡിയോ എന്നിവയോ കൈവശമുള്ള വിനോദസഞ്ചാരികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ എത്രയും വേഗം അവ ലഭ്യമാക്കണമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി നിർദ്ദേശിച്ചു. വിവരങ്ങൾ 9695958816 എന്ന മൊബൈൽ നമ്പറിലോ 011243688800 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ ലഭ്യമാക്കാനാണ് നിർദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തുടനീളം 30,000 പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്യുന്നത്. ജില്ലയിലെ 9,000 പട്ടയങ്ങളിൽ 4,500 പട്ടയങ്ങളുടെ വിതരണവും നടക്കും. വനാതിർത്തികളിൽ വന്യജീവികളുടെ സാന്നിധ്യം അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് സംവിധാനം പ്രവർത്തിക്കുന്നത്. വനം വകുപ്പിന്റെ ഒലവക്കോട് ഡിവിഷൻ ഓഫീസിലാണ് ഇതിന്റെ കൺട്രോൾ റൂം. നവംബറോടെ വന്യമൃഗ ശല്യം രൂക്ഷമായ ജില്ലയിലെ എല്ലായിടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് വനാതിർത്തികളിൽ വന്യമൃഗങ്ങൾ എത്തുമ്പോൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 1200 മീറ്റർ വരെ ദൂരപരിധിയിലുള്ള വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന അത്യാധുനിക തെർമൽ ക്യാമറകളും നൈറ്റ് വിഷൻ ക്യാമറകളുമാണ് സംവിധാനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നത്. പാലക്കാട് വനം ഡിവിഷന് കീഴിലെ ഒലവക്കോട്, വാളയാർ റേഞ്ച് പരിധികളിലെ പരുത്തിപ്പാറ, മായാപുരം എന്നിവിടങ്ങളിലാണ് നിലവിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് കണ്ണൂരിൽ ഇന്ന് തുടക്കമാവും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 7 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശന മേളയ്ക്കായി പോലീസ് മൈതാനിയിൽ 52,000 ചതുരശ്ര അടിയിലുള്ള പവലിയനാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാതല യോഗം നാളെ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നന്തങ്കോട് കൂട്ടക്കൊലക്കേസിൽ വിധി പറയുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മാതാപിതാക്കൾ ഉൾപ്പെടെ 4 പേരെ കൊന്ന കേസിൽ കേഡൽ ജിൻസൺ രാജയാണ് ഏകപ്രതി. ഏപ്രിൽ 28-ന് കേസിന്റെ അന്തിമവാദം പൂർത്തിയായിരുന്നു. ആലപ്പുഴയിലെ പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സെപ്റ്റംബറിൽ പാലം യാഥാർത്ഥ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 100 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം 95% പൂർത്തിയായി. 1155 മീറ്ററാണ് പെരുമ്പളം പാലത്തിന്റെ നീളം. അപ്രോച്ച് റോഡ് നിർമ്മാണവും തെരുവ് വിളക്ക് സ്ഥാപിക്കലും ടാറിങ്ങും പെയിന്റിങ്ങും മാത്രമാണ് ബാക്കിയുള്ളത്. പാലത്തിന്റെ മധ്യഭാഗത്തായി 3 ആർച്ച് ബീമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വള്ളവും ബോട്ടും മാത്രം യാത്രാ സൌകര്യമുള്ള പെരുമ്പളം ദ്വീപ് നിവാസികൾക്ക് ഈ പാലം വലിയ ഒരു അനുഗ്രഹമായി മാറും. മൂന്നാർ നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്ക്. രാവിലെ ജോലിക്ക് പോകവെ ഇവർ കാട്ടാനയുടെ മുമ്പിൽപ്പെടുകയായിരുന്നു. ആക്രമണശേഷം ആന ഇവിടെ നിന്നും പിൻവാങ്ങി. മുഖത്തിന് പരിക്കേറ്റ ഷൈനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേനൽക്കാലം ആരംഭിച്ച ശേഷം മൂന്നാറിലെ തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെത്തുന്നവർക്ക് പൂക്കളുടെ വർണ്ണക്കാഴ്ചകളൊരുക്കി മൂന്നാർ പുഷ്പമേള. DTPCക്ക് കീഴിലുള്ള ദേവികുളം റോഡിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് ഈ മാസം 10 വരെ പുഷ്പമേള നടക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ ആയിരക്കണക്കിന് ആളുകൾ പുഷ്പമേള സന്ദർശിക്കാനെത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാറിന്റെ തനതു പൂക്കൾക്കൊപ്പം വിദേശ ഇനങ്ങൾ ഉൾപ്പെടെ 400-ലധികം തരത്തിലുള്ള പൂക്കളും ചെടികളുമാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അസീലിയ, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ ഇത്തവണ മേളയുടെ പ്രത്യേകതയാണ്. മിനി റിവർ സൈഡ് ബീച്ച്, മ്യൂസിക്കൽ ഫൌണ്ടൻ, സെൽഫി പോയിന്റ്, വിവിധതരം സ്റ്റാളുകൾ, ഭക്ഷണശാലകൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയും പുഷ്പമേളയുടെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. അവധിക്കാലത്ത് മൂന്നാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുഷ്പമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് സന്ദർശന സമയം. 14 ജില്ലകളിലും സ്പർശ് സേവന കേന്ദ്രങ്ങൾ വരുന്നതോടെ എല്ലാ ജില്ലകളിലും സ്പർശ് സേവന കേന്ദ്രങ്ങളുള്ള സംസ്ഥാനമായി കേരളം മാറുമെന്ന് ചെന്നൈയിലെ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് T. ജയശീലൻ പറഞ്ഞു. വിമുക്ത ഭടന്മാരുടെയും കുടുംബങ്ങളുടെയും പെൻഷൻ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമായ സ്പർശ് സേവന കേന്ദ്രത്തിന്റെ 12ാമത്തെ ഓഫീസ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ധരംശാലയിലാണ് മത്സരം. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണാഫ്രിക്കയെ 23 റണ്ണിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശം. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളി. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷാഫലത്തോടൊപ്പം THSLC, AHSLC പരീക്ഷാഫലങ്ങളും നാളെ പ്രഖ്യാപിക്കും. 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലാണ് മൂല്യനിർണ്ണയം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ 13 മരണം. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല പട്ടയമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തികളിൽ വന്യജീവികളുടെ സാന്നിധ്യം അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം വനം മന്ത്രി A. K. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.